വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് കരുത്തുറ്റ നേതൃത്വം നൽകിയ NRC ധ്യാനകേന്ദ്രം. MSMI സഭയുടെ സ്ഥാപകനും NRC ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകനുമായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനിൽ നിന്നും ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് വചനപ്രഘോഷണ രംഗത്ത് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ദൈവീക ശുശ്രൂഷകൾ. വിശ്വാസവർഷത്തിൽ ഇടവക തോറും വിശ്വാസ സന്ധികൾ നടത്തി വിശ്വാസ ജീവിതത്തെ ഉജ്ജ്വലിപ്പിച്ചവർ NRC ടീം. ആത്മാഭിഷേകത്തോടെയുള്ള ഈ ശുശ്രൂഷകളുടെ ഫലമനുഭവിച്ച ഇടവകയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമിത. ഈശോയിൽ സ്നേഹമുള്ളവരെ, കുളത്തുവയൽ നിർമ്മല ധ്യാനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാറ്റുള്ളമല സെൻറ് മേരീസ് ദേവാലയത്തിൽ നടത്തിയ വിശ്വാസ സന്ധ്യ ഈ ഇടവകയിലെ ഭൂരിപക്ഷം വിശ്വാസികൾക്കും വളരെയേറെ ആത്മീയ ഉണർവിന് കാരണമായി എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ വിശ്വാസ സന്ധ്യയുടെ ഭാഗമായി ഇവിടെ നടത്തപ്പെട്ട കൗൺസിലിങ്ങിലും വിശുദ്ധ കുമ്പസാരത്തിലും വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമൊക്കെ ഭൂരിപക്ഷം ആളുകളും സംബന്ധിച്ച് പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ അവർ ആ വിശ്വാസ സന്ധ്യയെ സ്വീകരിച്ചു എന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ അധ്വാനത്തിൻ്റെയും ജീവിത ക്ലേശങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും വിശ്വാസികൾക്ക് ലഭിച്ച ഏറ്റവും നല്ല ഒരവസരമായി വിശ്വാസ സന്ധ്യയെ ഞാൻ കണക്കാക്കുകയാണ്. അവരുടെ ആത്മീയ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും വളരെയേറെ വളർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള ആത്മീയ പ്രവർത്തനങ്ങളാണ്, ആത്മീയ കർമ്മങ്ങളായിരുന്നു വിശ്വാസ സന്ധ്യയിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വിശ്വാസയാത്രയിൽ ഈ വിശ്വാസ സന്ധ്യയിൽ നിന്ന് ലഭിച്ച ആത്മീയ ഉണർവ് തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസ വർഷ ആചരണത്തിൽ ഇതുപോലെയുള്ള വിശ്വാസ സന്ധ്യ പോലെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ എന്നും ഒരിടവകയ്ക്ക് ആത്മീയ ഉണർവിന് കാരണമാകുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള വിശ്വാസ സന്ധ്യകളും പ്രാർത്ഥന കർമ്മങ്ങളുമൊക്കെ എല്ലാ ഇടവകയിലും നടത്തുന്നത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കുവാൻ ക്രേദോയിലെ ഈ വചന സന്ദേശം കൂടി നമുക്ക് ശ്രവിക്കാം. ക്രേദോ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ഹൃദയമന്ത്രവുമായി വിശ്വാസവർഷത്തിൻ്റെ സമാപനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന
ഏറ്റവും സ്നേഹമുള്ളവരെ, വിശ്വാസവർഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വിശ്വാസ വർഷ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ അതിയായ സന്തോഷമുണ്ട്. കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി ഇടവകകളിലെ വിശ്വാസ സന്ധ്യകൾ സംഘടിപ്പിക്കപ്പെട്ടു. ആ ഇടവകകളിൽ നിന്നുള്ളവരും ഇവിടുത്തെ സമീപ ഇടവകകളിൽ നിന്നുള്ളവരുമായ വിശ്വാസികളാണ്, ദൈവജനമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തമ്പുരാനെ കൂടുതൽ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ കൂടുതൽ തീക്ഷ്ണതയോടെ നടക്കാൻ ദൈവം നമുക്ക് നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത്, വിശ്വാസ വർഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. യേശുവിൻ്റെ കൂടെ 3 വർഷത്തോളം യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു നടന്ന അപ്പസ്തോലന്മാർ പോലും ഒരവസരത്തിൽ പ്രാർത്ഥിച്ചു, നാഥ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നൂറ്റാണ്ടുകളിലൂടെ തിരുസഭയിലൂടെ വിശുദ്ധ കുദാശകളുടെ പരികർമ്മങ്ങളിലൂടെ ദൈവവചന പ്രഘോഷങ്ങളിലൂടെ പരിപുഷ്ടമാക്കപ്പെട്ടതും വളർത്തപ്പെടുന്നതുമായ നമ്മുടെ വിശ്വാസം നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളുടെ യാഥാർത്ഥ്യവുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ ചിലപ്പോൾ നമുക്കും പ്രാർത്ഥിക്കേണ്ടി വരും, നാഥ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസ വർഷം ആഗോള സഭയ്ക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. ഒത്തിരിയേറെ വർഷാചരണങ്ങളിലൂടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നാം കടന്നുപോയി. എന്നാൽ അതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ആത്മീയമായ ഉണർവ് തിരുസഭയ്ക്ക് മുഴുവൻ നൽകിക്കൊണ്ട്, ലോകത്തിന് മുഴുവൻ നൽകിക്കൊണ്ട് വിശ്വാസ വർഷം അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. സുവിശേഷത്തിൻ്റെ, യേശു സന്ദേശത്തിൻ്റെ കലർപ്പില്ലാത്ത ചൈതന്യം ഈ ലോകത്തിന് ഇന്നും ആവശ്യമാണ് എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് ഈ വിശ്വാസ വർഷ സമാപനമാകുമ്പോഴേക്കും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉദിച്ചുയരുന്നുണ്ട്. ഈ വിശ്വാസ വർഷം പ്രഖ്യാപിച്ച ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും വിശ്വാസ വർഷത്തെ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ, യേശു സന്ദേശത്തിൻ്റെ കലർപ്പില്ലാത്ത സാക്ഷ്യമെന്ന് നമുക്ക് യാതൊരു സംശയവും കൂടാതെ വിശേഷിപ്പിക്കുവാനും സാധിക്കുന്ന ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയും ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വാസവർഷം സമ്മാനിച്ചപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതവും അവരുടെ മാതൃകകളും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ നടക്കുന്നതിനെയും ഒക്കെ ശക്തിപ്പെടുത്തുകയായിരുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തൻ്റെ ദൈവികമായ ദൗത്യത്തെ ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശോധിച്ച ശേഷം പറഞ്ഞു, ഈ വലിയ ഉത്തരവാദിത്വം, ദൈവികമായ ഉത്തരവാദിത്വം മാനുഷികമായിട്ട് നിർവഹിക്കുവാനുള്ള കരുത്തെനിക്കില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയി ഞാൻ ചിന്തിക്കുന്നു, ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ മാർപ്പാപ്പ സ്ഥാനത്തുനിന്ന് മാറുകയാണ്. അധികാരവും സമൂഹത്തിലുള്ള അന്തസ്സും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും തേടി നടക്കുന്ന ഒരു ലോകത്ത് മാർപ്പാപ്പയുടെ പിൻവാങ്ങുവാനുള്ള തീരുമാനം വലിയ അത്ഭുതമുളവാക്കിയെന്ന് നമുക്കറിയാം. ഈ അത്ഭുതത്തിൽ നിന്ന് ലോകം മാറുന്നതിന് മുമ്പ് തന്നെ ദൈവമൊരുക്കിയ വലിയൊരിടയനെ നമുക്ക് ലഭിച്ചു, ഫ്രാൻസിസ് മാർപ്പാപ്പ. ദൈവത്തിൻ്റെ വഴികൾ അവർണ്ണനീയമാണെന്നും ദൈവത്തിൻ്റെ പരിപാലന ശക്തമാണെന്നും ഈ ലോകത്തിൽ തമ്പുരാൻ്റെ ശബ്ദത്തെ മാറി വരുന്ന സംസ്കാരത്തിലും ഒത്തിരിയേറെ സങ്കീർണമായ സാഹചര്യങ്ങളിലും ഫലവത്തായ രീതിയിൽ ഉയർത്തിക്കാണിക്കുവാൻ ശക്തനായ ഒരു ഇടയനെ സഭയ്ക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവാണ് ഈ സഭയെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും വഴിതെറ്റുന്ന സാഹചര്യങ്ങളും സങ്കീർണതകളും ആശയക്കുഴപ്പങ്ങളും കണ്ട് വിശ്വാസി ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നും ദൈവത്തിൻ്റെ വഴിനടത്തിലും ദൈവത്തിൻ്റെ പദ്ധതിയും അത്രമാത്രം കൃത്യവും ശക്തവുമാണെന്നും ഈ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലൂടെയും ഈ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിലൂടെയും എല്ലാറ്റിലുമുപരിയായി മാർപ്പാപ്പയുടെ ജീവിതശൈലിയിലൂടെയും ലോകം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
ഈ വിശ്വാസ വർഷ ചിന്തയുടെ രൂപീകരണം മാർപ്പാപ്പയുടെ ഏറ്റവും ആദ്യത്തെ ചാക്രിക ലേഖനമായ വിശ്വാസത്തിൻ്റെ വെളിച്ചമെന്ന വലിയ പ്രബോധനം നിറഞ്ഞ ഉൾക്കാഴ്ചകൾ നിറഞ്ഞ ഈ പഠനരേഖയുടെ പശ്ചാത്തലത്തിലാകാം എന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ നാട്ടിലേക്ക് കടന്നു വരികയും ഈ നാട്ടിൽ വചനം പ്രഘോഷിക്കുകയും ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും അങ്ങനെ വിശ്വാസത്തിൽ നമുക്ക് പിതാവായി തീരുകയും ചെയ്ത മാർത്തോമാ ശ്ലീഹായുടെ ദൈവ അനുഭവം സുവിശേഷത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ പശ്ചാത്തലത്തിലും ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബജീവിത പശ്ചാത്തലങ്ങളിൽ സമൂഹ ജീവിതത്തിൽ എങ്ങനെ വിശ്വാസത്തിന് സാക്ഷികളാകാം എന്ന് ഈ സമയം ചിന്തിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനത്തിൻ്റെ 4 അധ്യായങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് അല്പസമയം ചിന്തിക്കാം. തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൻ്റെ ഒരു ശാസ്ത്രീയമായ പഠനമല്ല നമ്മൾ നടത്തുന്നത്. മറിച്ച് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ഓരോ അധ്യായങ്ങളിലൂടെ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവവചനത്തിൻ്റെ പിൻബലത്തിൽ സമൂഹ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയ ഒരു അവതരണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുന്നതും. മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ മാർപ്പാപ്പ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ വിശ്വാസം എന്നുള്ളത് വലിയ മിഥ്യയാണോ, ഒരു തെറ്റായ ധാരണയാണോ? ഇന്നത്തെ സമൂഹത്തിൽ ഈ വലിയ വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടോ? മാർപ്പാപ്പ പറയുന്നത് വിശ്വാസം വലിയൊരു വെളിച്ചമാണ്, പ്രകാശമാണ്. ഈ സമൂഹത്തിൽ ഈ വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്നും മനുഷ്യന് അവനിൽ തന്നെ അവൻ്റെ അസ്തിത്വത്തെ പ്രശോഭിക്കത്തക്ക രീതിയിൽ വെളിച്ചം നൽകാൻ അവൻ്റെ തന്നെ പ്രവർത്തനങ്ങളെ പ്രകാശോജ്വലമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവനിൽ വസിക്കുന്ന അന്ധകാരം അവനെ കീഴ്പ്പെടുത്താതിരിക്കണമെങ്കിൽ ദൈവികമായ വെളിച്ചമുണ്ടായിരിക്കണം. ആ വെളിച്ചമില്ലാതെ മനുഷ്യന് ദൈവത്തിൻ്റെ വഴിയിലൂടെ, നന്മയുടെ വഴിയിലൂടെ നടക്കാൻ സാധിക്കുകയില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നിട്ട് ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ ഉയർത്തി കാണിച്ച് മാർപ്പാപ്പ ആദ്യം തന്നെ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ചരിത്രം എന്താണ്? ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്നലെയുടെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ഇന്നലെയുടെ അനുഭവങ്ങളിൽ ഇന്നത്തെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം, നാളത്തേക്കുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെ രൂപീകരിക്കണം എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ ചരിത്രം പഠിക്കണം എന്ന് മാർപ്പാപ്പ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ എന്തായിരിക്കാം വിശ്വാസത്തിൻ്റെ ചരിത്രം? എന്തുകൊണ്ട് വിശ്വാസത്തെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തണം? വിശ്വാസം എന്നത് കേവലം ആത്മീയമായ ഒരു അനുഭൂതിയോ വികാരമോ അല്ല എന്നും മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട് മനുഷ്യൻ്റെ ജീവിതഗതികളെ മാറ്റിമറിച്ച, മനുഷ്യൻ്റെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഇടപെട്ട് അവനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന ദൈവത്തിൻ്റെ ശക്തമായ അനുഭവം മനുഷ്യന് ദർശിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ചരിത്രം പഠിക്കണം. ഈ വിശ്വാസത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മാർപ്പാപ്പ പറയുന്നു അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ്. വലിയ ഒരു ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള വിളി. അബ്രാഹത്തോട് പറഞ്ഞു, നീ നിൻ്റെ പിതാവിൻ്റെ ദേശം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോ, ഞാൻ നിന്നെ വലിയൊരു ജനതയുടെ പിതാവാക്കും. അബ്രാഹം സ്വദേശം വിടുകയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ നേടിയെടുത്തതും സമ്പാദിച്ചതും സ്വരുക്കൂട്ടിയതും ഒക്കെ വിറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരുന്നതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അബ്രാഹം പിടിച്ചെടുത്ത എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ജനതയുടെ, ദൈവം പിതാവാക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു പ്രദേശത്തിൻ്റെ ആ പ്രദേശം ലക്ഷ്യമാക്കി അബ്രാഹം പോവുകയാണ്. അബ്രാഹത്തോട് ചെയ്ത വലിയൊരു വാഗ്ദാനം, നിന്നെ ഞാൻ വലിയ ജനതയുടെ പിതാവാക്കും. പക്ഷേ വാർദ്ധക്യമായിട്ടും അബ്രാഹത്തിന് മക്കളില്ല. ഭാര്യ പ്രായം കഴിഞ്ഞവൾ, അബ്രാഹം വൃദ്ധൻ. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനം, നിന്നെ ഞാൻ വലിയൊരു ജനതയുടെ പിതാവാക്കും. അബ്രാഹം ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നു തുടങ്ങി. ഓരോ ദിവസവും പ്രഭാതത്തിലും അബ്രാഹം നോക്കും, തന്നിലേക്ക് തന്നെ വൃദ്ധനായ ഞാൻ ഭാര്യയെ നോക്കും, ചുക്കിച്ചുളിഞ്ഞ മുഖം, പ്രായം കഴിഞ്ഞവൾ. എങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറും? പക്ഷേ തക്ക സമയത്ത് മനുഷ്യൻ്റെ ജീവചരിത്രത്തിൽ ഇടപെടുന്ന ദൈവം അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇസഹാക്കിനെ നൽകിക്കൊണ്ട്. അപ്പോൾ അബ്രാഹത്തിൻ്റെ വിശ്വാസ ചരിത്രത്തെ എടുത്തു കാണിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയും, വിശ്വാസം എന്നുമുള്ളത് വെറും അന്ധമായ ഒരു വികാരമല്ല,
മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷയാണ്. മനുഷ്യൻ്റെ ചരിത്രത്തെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി, തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി ക്രമീകരിക്കാൻ കരുത്തുള്ളവനായ ദൈവം, ആ ദൈവത്തിലുള്ള വിശ്വാസത്തെയാണ് വിശ്വാസ ചരിത്രത്തിലൂടെ, പ്രത്യേകിച്ച് അബ്രാഹത്തിൻ്റെ ചരിത്രത്തെ ഒത്തിരിയേറെ പേജുകളിൽ വിവരിച്ചുകൊണ്ട് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് വാഗ്ദാനങ്ങൾ നൽകുകയും അതിനെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം. പിന്നീട് മോശയുടെ ചരിത്രം പറയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് സ്വപ്നതുല്യമായ ഒരു സാഹചര്യത്തിലൂടെ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെ കൊടും ചൂടിൽ മേഘമായും അന്ധകാരത്തിൽ അഗ്നിത്തൂണായും അവന് തുണയായി പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് മരുഭൂമിയുടെ ദുരനുഭവങ്ങളിലൂടെ കൊണ്ടുപോയ ദൈവത്തിൻ്റെ ചരിത്രം ഈ വിശ്വാസ ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ ആധ്യാത്മിക അനുഭവത്തിന് പിൻബലമായി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ഇങ്ങനെ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം മനുഷ്യൻ്റെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ചൂടുള്ളിടത്ത് തണലായും ഇരുട്ടുള്ളിടത്ത് വെളിച്ചമായും ദാഹിക്കുന്നിടത്ത് മന്നയായും കാടപ്പക്ഷിയായും തീർന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെന്നും ഈ ദൈവത്തിൻ്റെ പരിപാലന നമ്മുടെ ഇന്നലകളുടെ ചരിത്രമാണെന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇന്നത്തെ ജീവിതവും നാളേക്കുള്ള പ്രതീക്ഷയും ഈ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മലമ്പാമ്പിനോടും മലമ്പനിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ജീവിതം നഷ്ടപ്പെട്ടു പോയവരുടെ ബാക്കിപത്രങ്ങളായിട്ട് ഇവിടെ അവശേഷിക്കപ്പെടുമെന്ന് ഭയപ്പെട്ടു പോയൊരു ജനസമൂഹത്തെ ശക്തമായൊരു ക്രൈസ്തവ സമൂഹമാക്കി ഉയർത്തി ഇടവകകളായി, ക്രൈസ്തവ സമൂഹങ്ങളായി, രൂപതയായി, ഇന്നേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള സംവിധാനങ്ങളായി ഈ മലബാർ പ്രദേശത്ത് ദൈവം ഈ ജനതയെ ഒരുക്കിയത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് എന്ന് ഇവിടെ പ്രായമായിരിക്കുന്നവർക്കും ഈ ചരിത്രമറിയാവുന്നവർക്കും യാതൊരു സംശയവുമില്ലാതെ അടിവരയിടുവാൻ സാധിക്കുന്നൊരു കാര്യമാണ്. തോമാസ് ലീഹായുടെ അനുഭവം നമുക്കറിയാം. യേശുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം, യേശുവിനോടുള്ള വൈകാരികമായ സ്നേഹം, അവൻ്റെ വഴിയെ നടക്കാൻ, അവനോടൊപ്പം പോയി മരിക്കുവാനുള്ള താല്പര്യം. അതുകൊണ്ടാണ് ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ ബഥാനിയയിലേക്ക് പോകുന്നതിന് വേണ്ടി യേശു ആഗ്രഹിച്ചു. പക്ഷേ അവിടെ യഹൂദരെ യേശുവിനെ കല്ലെറിയാൻ കാത്തിരിക്കുന്നു എന്നുള്ള വാർത്ത മറ്റുള്ളവർ പറഞ്ഞപ്പോൾ, അവിടേക്ക് പോകുന്ന കാര്യം നിരുത്സാഹപ്പെടുത്തിയപ്പോൾ തോമാസ് ലീഹ പറഞ്ഞു, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം. അപ്പോൾ വിശ്വാസം എന്നത് സുരക്ഷിതത്തിൽ മാറി നിന്നുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നതല്ല, ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവത്തെ വൈകാരികമായി സ്നേഹിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ചിന്തയുടെ കാഴ്ചപ്പാടിൻ്റെ എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ ജീവിത പദ്ധതിയുടെ ഭാഗമാക്കി എൻ്റെ ദൈവത്തെ ഞാൻ മാറ്റുമ്പോഴാണ് വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ദൈവത്തിന് വേണ്ടി മരിക്കാൻ, എൻ്റെ ദൈവത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ, എൻ്റെ ദൈവത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കാൻ ഞാൻ തയ്യാറാകും. അല്ലാതെ വരുമ്പോൾ നഷ്ടങ്ങൾ സഹിക്കാത്തതൊന്നും, വേദന അനുഭവിച്ച് നേടാത്തതൊന്നും ശരിയായിട്ടുള്ള നേട്ടമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകളുടെ വചനപ്രഘോഷണത്തിന് ശേഷവും പതിറ്റാണ്ടുകളുടെ ആത്മീയമായ അനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിന് ശേഷവും നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം പലപ്പോഴും ദുർബലമാകുന്നത്. യേശുവുമായിട്ടുള്ള വൈകാരികമായ ബന്ധം നേടിയെടുക്കാൻ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും സ്ഥാപിത താല്പര്യങ്ങളും നമ്മളെ സഹായിക്കുന്നില്ല. എനിക്ക് നഷ്ടം വരുന്നിടത്ത്, എൻ്റെ ജീവിതത്തെ മറ്റുള്ളവന് വേണ്ടി ചിലവഴിക്കാൻ ദൈവവും സമൂഹവും ആവശ്യപ്പെടുന്നിടത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തന ശൈലികളെ മാറ്റി ദൈവികമായ ചൈതന്യം കൊണ്ട് അതിനെ നിറച്ച് എൻ്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുമെന്ന് തോന്നുന്നിടത്ത് ഞാൻ പിൻവലിയുകയാണ്. അവിടെ എനിക്ക് വേണ്ടി മരിച്ച ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് മാറി, കുരിശിൻ്റെ സന്ദേശത്തിൽ നിന്ന് മാറി ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ വലിയൊരു പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസത്തെ വെറും ഒരു ആത്മീയമായ അനുഭൂതിയാക്കി മാറ്റാതെ നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുകയും നമ്മുടെ ജീവിതത്തെ തോളോട് തോൾ ചേർന്ന് നയിക്കുകയും സഹായിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വലിയൊരു കരം കണ്ടെത്തണം എന്ന് നമ്മൾ പറയുന്നത്. അബ്രാഹത്തിൻ്റെ, മോശയുടെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഇസ്രായേൽ ജനത പോലെ തന്നെ നമ്മളും ദൈവത്താൽ നയിക്കപ്പെടുന്ന, ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കുന്ന, ദൈവത്തിൻ്റെ കൈപിടിച്ച് നടത്തൽ അനുഭവിക്കുന്ന കുടിയേറ്റ ജനതയാണ് നമ്മൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ദൈവവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമായി മാറണം. നമുക്ക് ദൈവത്തോട് തമ്പുരാന് വേണ്ടി മരിക്കുവാനുള്ള
വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ പോലെ വിശ്വാസത്തിൽ കർത്താവിനോട് കൂടിയായിരിക്കാൻ, നഷ്ടപ്പെടുത്താൻ, ശൂന്യവൽക്കരിക്കാനുള്ള വലിയ ആത്മീയമായിട്ടുള്ള ഉണർവും അനുഗ്രഹവും നമുക്ക് ലഭിക്കണം. ഇന്ന് പലപ്പോഴും നമുക്ക് വരുന്ന വലിയൊരു കുറവെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു താല്പര്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ പലപ്പോഴും വിശ്വാസം ഒരു വൈകാരികമായ അനുഭവം മാത്രമായിട്ട് നിൽക്കുകയാണ്. ഇതങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ലാത്തവരുടെ കാര്യമാണ് ഇങ്ങനെയൊക്കെ പാണ്ഡിത്യത്തിലൂടെ ദൈവം ഒരിക്കലും നമ്മുടെ ബുദ്ധിയെ മാറ്റി നിർത്തിയിട്ടുള്ള പ്രവർത്തനം ദൈവത്തിനില്ല. കാരണം സെൻറ് തോമസ് അക്വിനാസ് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നിരന്തരമായ പ്രകാശനമുണ്ട് മനുഷ്യബുദ്ധി. ഇറ്റ്സ് എ കണ്ടിന്യൂവസ് ഇലുമിനേഷൻ ഓഫ് ദ ഹ്യൂമൻ ഇൻ്റലക്റ്റ്. അപ്പോൾ ദൈവം നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തിരുസഭയെ, ദൈവവചനത്തെ, പ്രബോധനങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുമ്പോഴാണ് ഈ വിശ്വാസത്തെ നമ്മൾ കൂടുതൽ ആഴപ്പെടുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ എത്രമാത്രം സംശയങ്ങളും എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നോ അവിടെയൊക്കെ ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവവചനം എങ്ങനെ മനുഷ്യ സമൂഹത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ചരിത്രവും നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ ഒരു ദൗത്യത്തിൽ നിന്ന് നമ്മൾ വളരെ സൗകര്യപൂർവ്വം പിന്മാറുകയാണ്. നമ്മുടെയൊക്കെ വേദപാഠ ക്ലാസ്സുകളിൽ 10ാം ക്ലാസ് വരെ വളരെ കൃത്യമായിട്ട് വേദപാഠം പഠിക്കുന്ന കുട്ടികൾ 12ാം ക്ലാസ് കഴിഞ്ഞു അവരുടെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 10ാം ക്ലാസ് 12ാം ക്ലാസ് പഠിച്ച വേദപാഠമോ അവരനുദിന എല്ലാ ഞായറാഴ്ചയും സ്വീകരിച്ച വിശുദ്ധ കുർബാനയൊന്നും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നമ്മൾ തന്നെ ബൗദ്ധികമായിട്ട് നേടിയ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള ആധ്യാത്മിക വളർച്ച നമ്മൾ നേടിയിട്ടില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കളൊക്കെ ഒത്തിരിയേറെ ബിരുദധാരികളാണ്. എല്ലാവിധ അറിവിൻ്റെ ശാഖകളിലും സുപരിചിതത്വമുണ്ട്. അവർ സുപരിചിതരാണ്, അവർ അറിവ് നേടിയിട്ടുള്ളവരാണ്. പക്ഷേ അതിനാനുപാതികമായിട്ട് വിശ്വാസത്തെ വളർത്താൻ, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ, സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, തിരുവചനം പഠിക്കാൻ ഉള്ള താല്പര്യമോ ആവേശമോ തീക്ഷ്ണതയോ നമുക്കില്ല എന്നുള്ളതും ഒരു വലിയ കുറവാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് സുചിന്തിതമായ പഠനം നമ്മൾ നടത്തണം, നമ്മൾ അറിയണം. പലപ്പോഴും നമ്മളുടെ അറിവ് എന്നും ശൈശവദശയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. ഉദാഹരണത്തിന് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. സൂര്യൻ രാവിലെ ഉദിക്കുന്നു. എവിടെ ഉദിക്കുന്നു? കിഴക്കുദിക്കുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്നു. എപ്പോൾ അസ്തമിക്കുന്നു? വൈകുന്നേരമാകുമ്പോൾ അസ്തമിക്കുന്നു. ഇത് നമ്മൾ ചെറു ക്ലാസ്സിൽ പഠിച്ച നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇത് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന. അതിനുശേഷം നമ്മൾ UP സ്കൂളിലേക്ക് കടന്നു. ഹൈസ്കൂളിൻ്റെയൊക്കെ ആരംഭത്തിൽ നമ്മൾ പഠിക്കും സൗരയൂഥത്തെപ്പറ്റി, സോളാർ സിസ്റ്റം. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. സൂര്യൻ എന്ന വലിയ ഗ്രഹത്തിന് ചുറ്റും നിശ്ചിത ഭ്രമണപഥങ്ങളിലൂടെ കറങ്ങുന്ന, നമ്മൾ പഠിച്ച കാലത്ത് പണ്ട് 9 ഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രഹം പോയി, 8 ഗ്രഹങ്ങൾ. ഈ ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി. ഇത് പഠിപ്പിച്ചപ്പോൾ ആരും പറഞ്ഞില്ല, ഒരു അധ്യാപകനും പറഞ്ഞിട്ടില്ല നിങ്ങളെ ചെറു ക്ലാസ്സിൽ പഠിപ്പിച്ചത് നുണയാണ്. അപ്പോൾ ചെറുപ്പത്തിലെ പാഠപുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട്, ചെറിയ ക്ലാസ്സിൽ ഇപ്പോഴും ഉണ്ട്, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ ബൗദ്ധികമായ വളർച്ച, അതിനാനുപാതികമായിട്ട് അതിനനുസരിച്ച് മനുഷ്യശാസ്ത്രം അവൻ്റെ ചിന്തകളെയും അവൻ്റെ ബൗദ്ധിക തലത്തെയും സ്വാധീനിക്കുമ്പോൾ, അവൻ ആവശ്യമായ രീതിയിൽ പഠനവും പ്രബോധനവും നൽകുമ്പോൾ ഈ രീതിയിലുള്ളൊരു വളർച്ച നേടാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അന്ന് പഠിപ്പിച്ച ആരും പറഞ്ഞില്ല, നുണയാണെന്ന് പറഞ്ഞിട്ടില്ല, ആരും ചോദ്യം ചെയ്തിട്ടുമില്ല. സോളാർ സിസ്റ്റം, സൗരയൂഥത്തെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ പഠിച്ചത് പണ്ട് സൂര്യൻ കിഴക്ക് ഉദിക്കുകയാണല്ലോ, ഇപ്പം എന്നാ സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം പ്രായത്തിനൊത്ത് ഈ അറിവ് വളരുകയാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നും ഈ ഒരു സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ്. നമ്മളുടെ പ്രബോധനവും നമ്മളുടെ പഠനവുമൊക്കെ നമ്മൾ കൂടുതൽ ഗൗരവകരമായിട്ട് എടുക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള ചില ഗ്രൂപ്പുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ വരാറുണ്ട്. അവരൊരു ദൈവവചന ഭാഗം ഉദ്ധരിക്കും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, കണ്ടോ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം.
നിങ്ങളുടെ മെത്രാൻ കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ മെത്രാൻ ബൈബിളിനെതിരായിട്ടാണോ ജീവിക്കുന്നത്? നമുക്ക് സംശയമായി. അന്നത്തെ കാലത്ത് ബഹുഭാര്യാത്തം ഉണ്ടായിരുന്നെന്നും അങ്ങനെ ബഹുഭാര്യാത്തമുള്ള കാലത്ത് മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവരുടെ മെത്രാന്മാരെന്ന് വിവാഹം കഴിക്കുന്ന പാരമ്പര്യമായിരുന്നു. വൈദികരടക്കം പല ഭാര്യമാരുള്ളിടത്ത് ആ സംസ്കാരത്തിൻ്റെ മാറ്റത്തിൽ, സമൂഹത്തിൻ്റെ മാറ്റത്തിൽ സഭാ നേതാക്കൾ തീരുമാനിച്ചു മെത്രാൻ ഒരു സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആദിമ കാലഘട്ടത്തിലെ പറയുന്ന ബൈബിൾ എഴുതിയ കാലഘട്ടത്തിലെ. അപ്പോൾ അതിനെ ഈ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ തൻ്റെ പ്രിയ ശിഷ്യന് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതെന്നും അതിൻ്റെ ചരിത്രപരവും അതിൻ്റെ ദൈവശാസ്ത്രപരവുമായ സാഹചര്യം മനസ്സിലാക്കാതെ ആ ദൈവവചന ഭാഗത്തെ അടർത്തിയെടുത്ത് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ പകച്ചു പോകും. ഇന്ന് നമ്മളുടെ ബൗദ്ധികമായിട്ടുള്ള അറിവ് ഈ തലത്തിൽ തന്നെ നിൽക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. തീർച്ചയായിട്ടും ഒത്തിരിയേറെ ദൈവവചന പ്രഘോഷണ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവവചനങ്ങൾ ഒരു പക്ഷേ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് മനഃപ്പാഠമാക്കി നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ആധികാരികമായ ഒരു പഠനം സമൂഹത്തിലെ കുറച്ചു പേരെങ്കിലും നടത്തണം, ഈ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ നടത്തണമെന്നുള്ള വലിയ ഉത്തരവാദിത്വം വളരെ ഗൗരവകരമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെയുള്ളത് മാതാപിതാക്കളാണ് കൂടുതൽ, കുടുംബജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ഇടവകളിലെ വേദപാഠങ്ങൾ നമ്മളുടെ വിശ്വാസത്തെ വളരെ സുനിശ്ചിതമായ രീതിയിൽ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ഈ വേദപാഠ ക്ലാസ്സുകളെ ഗൗരവമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ സെമിനാറുകൾ, നമ്മുടെ ഇടവകാതലങ്ങളിൽ സംഘടിപ്പിക്കേണ്ട സെമിനാറുകളിൽ നമ്മൾ താല്പര്യവും പങ്കെടുക്കണം. പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് പറയാം, ക്രേദോ, ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, നാഥ ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ